SFI നേതാവ് ഐഷി ഘോഷിനെതിരായ ഡൽഹി പോലീസ് നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടും. അതിനിടെ ഇന്നലെ രാത്രിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവന്റെ പരിസരത്ത് എത്തിയിരുന്നു. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പോലീസ് നോട് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MP കയർത്ത് സംസാരിക്കുന്നതും മറ്റും നമ്മൾ കണ്ടതാണ്. പോയി യൂണിഫോമിൽ വരൂ എന്നൊക്കെ പറയുന്നത്. ഈ ഐഷി ഘോഷിന്റെ അഭിഭാഷകരും ഇപ്പോൾ അതിനെതിരെ പോരാടുമെന്നത് വ്യക്തമാക്കുന്നു. എന്താണ് വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഇന്നലെ വൈകിട്ട് ഡൽഹി പോലീസ് നടത്തിയ നീക്കം ലക്ഷ്യം കാണാതെ മടങ്ങുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയും മഫ്തിയിൽ ചില ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ AKG ഭവന് മുന്നിലെത്തിയിരുന്നു എന്നാണ് SFI നേതാക്കളും CPM നേതാക്കളും പറയുന്നത്. ഇപ്പോഴെന്തായാലും CPMന്റെ ആസ്ഥാനമായിട്ടുള്ള AKG ഭവനകത്ത് ആരും എത്തിയിട്ടില്ല. പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളോ ആയിട്ടുള്ള ആരും എത്തിയിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രിയും ഐഷി ഘോഷ് ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചില ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവർക്ക് ഐഷി ഘോഷിനെ കസ്റ്റഡിയിൽ എടുക്കാനും സാധിച്ചിട്ടില്ല. 2001 ബംഗ്ലാ ഭവൻ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പോലീസിന്റെ നീക്കം ഉണ്ടാകുന്നത്. പക്ഷെ അതിനെതിരെ ഈ വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനാണ് ഇപ്പോൾ എന്തായാലും അഭിഭാഷകരുടെ നീക്കം. ഏപ്രിൽ മാസത്തിൽ ഐഷി ഘോഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായിരുന്നില്ല. ഇതാണ് പിന്നീട് സമൻസായും വാറണ്ടായും മാറിയത്. ഇതിൽ സമൻസ് പോലും അയക്കുന്നതിൽ കൃത്യമായ നടപടിക്രമം പോലീസ് പാലിച്ചില്ല എന്നാണ് SFI നേതാക്കളും അതോടൊപ്പം തന്നെ CPM നേതാക്കളും ആരോപിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് 30-ാം തീയതി കേസ് പരിഗണിക്കും മുൻപ് തന്നെ ഐഷി ഘോഷിനെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇത് CPM ആരോപിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഒരാളായിരുന്നു ഐഷി ഘോഷ്. ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം സുപ്രീം കോടതി അത്തരം നടപടികൾ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കേസുകളുടെ പേരിൽ ഐഷി ഘോഷിനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ എന്തായാലും CPM ആരോപിക്കുന്നത്. ഇന്നും ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നീക്കമുണ്ടായാൽ രാഷ്ട്രീയമായും നിയമപരമായും അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ശരി, വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.